കേരളത്തിലെ ആദരണീയനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായ സി നാരായണ ഗുരുവിന്റെ 171 ജന്മവാർഷികം ആഘോഷിച്ചു. സമത്വം, ഐക്യം, സാമൂഹിക നീതി എന്നിവയുടെ അദ്ദേഹത്തിന്റെ ശാശ്വത പൈതൃകം ആഘോഷിക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ 171 ജന്മജയന്തി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അജ്മാൻ സേവന സെൻറ്റർ UAE ആണ് ഗുരുജയന്തി സംഘടിപ്പിച്ചത്. കൗൺസിലർ ഡോക്ടർ സലേഹ് ജുമാഹ് ബെൽഹാജ് അൽ മറാഷാദേഹ് ഉദ്ഘാടനം ചെയ്തു. With you, Dr. Saleh Belhaj, directly to Maktab, his office, Sheikh Ammar bin Salam Al-Qasimi. I'm so happy today for the see the cultures in India. I see the best persons in India. I see best event. Best invitation. Thank you for the invitations. My big friend also is doing it for me. I'm so happy today I'm here. I'm so happy to see my family here. I want to say for the all, India and UAE, one family. And I want to say also, and I want to know all Indian kids and young, or the person, what time he start in the UAE, he start with the India. And who is give it Dubai? For Dubai name is from India's guys. He say Dubai. So two person, he see Sheikh, the king, first in UAE is Sheikh Zayed bin Sultan Al Nahyan and Sheikh Rashid Al Maktoum. He say, I see there Dubai. This Dubai is give it name in India. This why is India start with the UAE. This why all the person in UAE love India and love all the person in India. And I want you know also, not you have a family here in India only. You want know is my father also. He's married 2 girls from India. And I have a kid, and I have a brother this in India. Yeah, you want to know that about the cultures. India and UAE, one heart and one blood also. For in my heart, I have more than speaking about the India, but if I'm start, I'm not finished. I have a brother from Mom India. Thank you so much. ശ്രീ ചന്ദ്രശേഖർ വൈദിക് ശ്രീനാരായണ ഗുരുദേവ കൃതികളിലെ സ്മൃതിയെയും ശ്രുതിയെയും അതിലെ ദർശനങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി. ധർമ്മം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ പ്രവർത്തന സംഹിതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ധർമ്മത്തിന് 2 സ്വരൂപങ്ങളുണ്ട്. ആദ്യം പറഞ്ഞ ഈ ധർമ്മം എന്ന് പറയുന്നത് അതിനൊരു ശ്രുതി എന്നും സ്മൃതി എന്നും 2 ഡിവിഷൻസ് ഉണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ ട്രൂത്താണ്, പാരമാർത്ഥിക സത്യമാണത്. ശ്രുതി, ചന്ദ്രൻ, സൂര്യൻ, ഗ്രഹനക്ഷത്രങ്ങളൊക്കെ പാരമാർത്ഥിക സത്യങ്ങളാണ്. പാരമാർത്ഥിക സത്യങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നതാണ്, സവാ ഉള്ളതാണ്, ഇനി ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ സ്മൃതി അങ്ങനെയല്ല. സ്മൃതി എന്ന് പറയുന്നത്
ഈ പാരമാർത്ഥിക സത്യത്തെ നിങ്ങൾക്ക് പ്രായോഗികമായി ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി ദേശകാലബദ്ധ സംബന്ധമായിട്ട് മാറ്റുമ്പോഴാണ് അത് സ്മൃതിയായിട്ട് തരിക. സ്മൃതി എന്ന് പറയും. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, അതായത് ആദ്യം പറഞ്ഞത് പാരമാർത്ഥികമായ സത്യമാണെങ്കിൽ രണ്ടാമത്തത് ആപേക്ഷികമായ സത്യമാണ്. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് പറയുന്നത്, ഈ എല്ലാ സ്ഥലത്തും സൂര്യൻ എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യമാണെങ്കിലും ഈ UAE-യിൽ സൂര്യൻ ഉദിക്കുന്നതും അമേരിക്കയിൽ സൂര്യൻ ഉദിക്കുന്നതും തമ്മിൽ ആപേക്ഷികമായ മാറ്റമുണ്ട്. അതുകൊണ്ട് ആപേക്ഷികമായ ഈ മാറ്റത്തെ കണ്ടുകൊണ്ട് വേണം ഏതു കാര്യത്തിലും ഏത് പാരമാർത്ഥിക സത്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ. ഇത് വലിയ ഒരു വിഷയമാണ്. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചസാരയുടെ ഗുണം, പഞ്ചസാരയുടെ രുചി മധുരമാണ്. പഞ്ചസാരയുടെ മധുരം, ഈ മധുരം എന്ന് പറയുന്ന രുചിയെ എല്ലാ കാലത്തേക്കും രുചി മധുരം തന്നെയാണ്. അത് മാറ്റമില്ലാത്തതാണ്. അതൊരു പാരമാർത്ഥിക സത്യമാണ്. പഞ്ചസാര എന്ന് കേട്ടാൽ മധുരമാണ്. പക്ഷേ എല്ലാവരും ഷുഗർ രോഗികളായ ഒരു ലോകത്ത് ഈ പാരമാർത്ഥിക സത്യം ചിലവാവില്ല. ചിലവാവോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ദ ഷുഗർ. യു ഹാവ് ടു ഡൈല്യൂട്ട് ഇറ്റ്. ആം ഐ റൈറ്റ്? അല്ലേ? നിങ്ങളത് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് ഫ്രീ ഷുഗർ സാധനം വരുന്നത്. ഷുഗർ ഫ്രീ എന്ന് പറയും. പക്ഷെ സാധനം എന്താണ്? ഇതെന്തിനാണ് ചെയ്യുന്നത്? ഇത് ഒരു ഡയലൂഷനാണ്. സ്മൃതി ഒരു ഡയലൂഷനാണ്, കാലോചിതമായിട്ട്. അതുകൊണ്ട് ഗുരുക്കന്മാരെ പോലുള്ള, പ്രത്യേകിച്ച് സൂക്ഷ്മ ദൃക്കുകളായ ഗുരുക്കന്മാർ ഇങ്ങനെ കാലദേശബദ്ധമായി വ്യക്തികൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ മാറ്റി പറയും. മനസ്സിലായില്ലേ? അങ്ങനെ മാറ്റി പറഞ്ഞ ചരിത്രമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവില്ല. എന്തിനാണ് അങ്ങനെ അതിനെ പിന്നീടേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഗുരുക്കന്മാരിൽ വൈരുദ്ധ്യം ആരോപിക്കും. ഒരേ സന്ദർഭങ്ങളിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. മനസ്സിലായേ? വ്യവസായാത്മിക ബുദ്ധി. ഒരാളോട് വ്യവസായം തുടങ്ങാൻ പറയാണ്, ആത്മവികാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതേ ഗുരു പറയാണ്, നീ പോയിട്ട് ഒരു വ്യവസായം തുടങ്ങൂ, ഭൗതികമായ വികാസത്തിന് വേണ്ടി വ്യവസായം തുടങ്ങൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആത്മവികാസത്തിന് വന്നവന് ചിലപ്പോൾ കണ്ണു ഞെളിപ്പോകും. കാരണം അവിടെ സ്മൃതിയാണ് വിഷയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെ, ആ ധർമ്മം എന്ന് പറയുന്ന വിഷയത്തെ, അതിൻ്റെ സ്വരൂപത്തെ ഇങ്ങനെ ശ്രുതിയിലും സ്മൃതിയിലും അതിൻ്റെ സൂക്ഷ്മമായ അടയാളപ്പെടുത്തിയ, അതിനെ പുനരാവിഷ്കരിച്ച, അങ്ങനെയാണ് പറയേണ്ടത്. ഞങ്ങളെപ്പോലുള്ള വേദവിദ്യാർത്ഥികൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു. കാരണം അതിനെ പുനരാവിഷ്കരിച്ച പ്രാചീനതമമായ മനുഷ്യൻ്റെ ലോക പൈതൃകത്തിന് ആവിഷ്കൃതമായ ശ്രുതിയെ, ധർമ്മത്തെ, അതിൻ്റെ സ്വരൂപത്തെ കാലദേശബദ്ധമായിട്ട് പുനരാവിഷ്കരിച്ചുകൊണ്ട് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇതിനെ അനുസന്ധാനം ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നൽകി എന്നുള്ളത് ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹം ഏറ്റവും അധികം അധ്വാനം ചെയ്തത് അതിൻ്റെ മുകളിലാണ്. അതിൻ്റെ ധർമാധർമ്മ വിവേചനം, അതിനെ വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം പിന്നീട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശം, ധർമ്മത്തെ സംബന്ധിച്ചുള്ള ഉപദേശം, ധർമ്മം തന്നെയാണ് ബോധിക്കേണ്ടത്. ധർമ്മം തന്നെയാണ് ബോധിക്കേണ്ടത്. അനേകായിരം പ്രവൃത്തികൾ നിങ്ങൾ കർമ്മമായി ചെയ്യുമ്പോൾ ധർമ്മത്തെ മുൻനിർത്തിയാണ് ചെയ്യേണ്ടത്. അനുഷ്ഠേയവും ഉപദേശിക്കേണ്ടതും ധർമ്മം തന്നെ. കാരണം ധർമ്മോ ലോകപ്രവർത്തക. ധർമ്മമാണ് ലോകത്തെ മുന്നേറ്റേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മത്തെ മുൻനിർത്തിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും നടക്കേണ്ടത്. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ വൃണം.
ധർമ്മം തന്നെയാണ് പരമമായ ദൈവം. ധർമ്മം തന്നെയാണ് മഹത്തായ ധനം. ധർമ്മം എല്ലായിടത്തും വിജയിച്ചരുളുന്നു. ധർമ്മം മനുഷ്യന് ശ്രേയസ്സായി തീരട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കൂടെ ധർമാനുസാനന്ദം ചെയ്യുന്നവരുടെ കൂടെ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം കൂടിയുണ്ട്. തുടർന്ന് അദ്ദേഹം ശ്രീനാരായണീയ ഭക്തരോട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? സാമാന്യമായിട്ട് മനുഷ്യരോടും ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരോടും പറയുന്നുണ്ട്, പരോപകാര നിരതയർ യുഷ്മാഭിസ് സർവാധാനക ആവശ്യമനുസന്ധയോ ധർമ്മസർവാർത്ഥ സാധക. നിങ്ങൾ ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ പരോപകാര നിരതയായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ധർമ്മത്തെ അങ്ങനെ വേണം അനുസന്ധാനം ചെയ്യാൻ. എന്നിട്ടോ ധർമ്മത്തെ അദ്ദേഹം സംഗ്രഹിക്കുന്നത് യഥോ ധർമാത്മനോ ദൃശ്യ. ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്, ധർമ്മത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് ആയതനം. ആയതനം എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന്, ഈ ധർമ്മപ്രപഞ്ചത്തിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് ജീവിതം എന്ന് പറയുന്ന ആയതനം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യസ്മിൻ വിലയമാപ്നോധി, എല്ലാം അതിൽ വിലയം പ്രാപിക്കുന്നുണ്ട്. എന്നിട്ടോ അതിനാൽ എല്ലാം ധർമാർത്ഥമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ധർമ്മം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. ശ്രുതി പറയാണ്, വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേചു തദ്വിത ആചാരശ്ചൈവ സാധൂനാം ആത്മനത്തിഷ്ഠരേവിച. സ്മൃതിയിലൂടെ ഈ ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആചാരശ്ചൈവ സാധൂനാം ആത്മനി തുഷ്ടിരേവിച, ആത്മതുഷ്ടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവനവൻ്റെ സന്തുഷ്ടി, അതാണ് അടിസ്ഥാനപരമായിട്ട് അവനവൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണം. അവനവൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ധർമ്മത്തെ ആചരണബദ്ധമാക്കി തീർക്കണം. ഒരാശയത്തെ പ്രവൃത്തി പദ്ധതിയിൽ എത്തിക്കുന്നതിനെയാണ് ആചരണം എന്ന് പറയുന്നത്. ഏതൊരു ആശയത്തെയും നമുക്ക് വായിച്ചെടുക്കാം, പക്ഷേ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ആചരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശേഷ പ്രജ്ഞയുള്ള മനുഷ്യന് ശ്രേഷ്ഠമായ ആചരണങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഏറ്റവും ആവശ്യം വിശേഷ പ്രജ്ഞയുണ്ട്. പക്ഷെ ആ വിശേഷ പ്രജ്ഞ എന്ത് ചെയ്യണം? അത് നിരന്തരമായ ആചരണങ്ങളിലൂടെ ശ്രേഷ്ഠമായിട്ട് മാറ്റി തീർക്കണം. അതുകൊണ്ട് ധർമാധർമ്മ വിവേചനം എന്ന് പറയുന്നത് അദ്ദേഹം അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പിന്നെ കടന്ന് വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ജാതിരേഖം മനുഷ്യാണ്. മനുഷ്യൻ ജാതിയെക്കുറിച്ചൊക്കെ അറിയാം, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ജാതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ നമുക്ക് പറയാം. പക്ഷേ നോക്കൂ, അതൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ ജാതി ഏകമാണ്, ഈശ്വരൻ ഏകമാണ്, ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വിശേഷമായ ധർമ്മസംജ്ഞാനം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജാതിയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ ജാതിയെക്കുറിച്ച് പറയേണ്ടി വന്നത്? നോക്കൂ, ആ ജാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മതലത്തിൽ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. അപകർഷരം കിഞ്ചിത് സമഞ്ജസ സർവകം പുണ്യക്ഷയ വിധായിത്വ താചാരേണ കഥാചന. അപകർഷതാബോധം ഉണ്ടാകുന്ന വിധത്തിലുള്ള വഴികളിലേക്ക് കടന്നു പോകാൻ പാടില്ല ഒരു മനുഷ്യൻ. അതായത് അപകർഷതാബോധം, ഞാൻ കുറഞ്ഞവനാണ്. അപ്പം നമുക്ക് ഉള്ളിൽ തോന്നുകയാണ് ഞാനൊരു കുറവുള്ളവനാണ്. ഈ ബോധത്തിനെയാണ് നമ്മൾ ജാതി എന്ന് വിളിച്ചത്. താഴ്ന്നവൻ, താഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അപകർഷതാ ബോധത്തെയാണ്. ഈ അപകർഷതാ ബോധത്തെ എങ്ങനെയാണ് മാറ്റിത്തീർക്കുക? ഈ അപകർഷതാ ബോധത്തെ മാറ്റിത്തീർക്കണമെങ്കിൽ അതുള്ളവനെ ഓൾട്ടർനേറ്റീവ് കൊടുക്കണം, ശ്രേഷ്ഠതയിലേക്ക് നയിക്കണം. ശിഷ്യന്മാർ പറയാണ്,
ഞങ്ങൾക്ക് ധർമ്മത്തിൻ്റെ വഴിയിലേക്ക്, ധർമ്മം, ശ്രുതി, വേദം, ശ്രുതി, പുരാണം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കാനുള്ള സാധ്യതയില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ആ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഈ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അപകർഷതാബോധത്തിൽ അടിപ്പെട്ട് മറ്റ് പല വഴികളിലേക്കും അവർ യാത്ര ചെയ്യാണ്. കിം കരണീയം, ഇതിനെന്താ ചെയ്യുക ഭഗവാനെ? ഇവിടെയാണ് ഗുരു ഒരു പ്രവർത്തന സംഹിത നൽകുന്നത്, ഒരു കോഡ് ഓഫ് കോണ്ടക്ട്. ഞാൻ ഇത്രയും കാലം ചെയ്തു വെച്ചത് ഒരു ധർമ്മത്തിൻ്റെ ഒരു സ്വരൂപം മാത്രമാണ്, ഒരു ഫിലോസഫിക്കൽ ഔട്ട്ലെറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് ഒരു പ്രവർത്തന സംഹിതയും കൂടി ആവശ്യമാണ്. ആ പ്രവർത്തന സംഹിതയാണ് ഗുരു വളരെ കൃത്യമായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ച ഒരു സാധനം, ഒരു കോഡ് ഓഫ് കോണ്ടക്ട്. ധർമ്മം എങ്ങനെ നിങ്ങൾ ആചരണത്തിലേക്ക് കൊണ്ടുവരണം? ധർമ്മം സഞ്ജിന്വയാത് വൽമീകമിക ബുദ്ധിവ. ധർമ്മം സഞ്ജിന്വയാത് വൽമീകമിവ ബുദ്ധിക. ധർമ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ ആചരിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, ചിതൽ, അതിൻ്റെ പുറ്റ്, മണ്ണ്, തരിതരിയായ മണ്ണ് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് ചിതൽ പുറ്റുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ധർമ്മത്തിലേക്ക് പതിയെ പതിയെ സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം എളുപ്പത്തിൽ അങ്ങനെ കടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതുവരെ ആ വഴിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ധർമ്മം സഞ്ചിന്യാത്, ധർമ്മത്തിലേക്കുള്ള സഞ്ചാരം പതിയെ പതിയെ എങ്ങനെയാണോ ചിതൽ പുറ്റ് നിർമ്മിക്കുന്നത് അതുപോലെ കടക്കണം. അത് സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ഭൂതിവാകരൻ കൊഴവല്ലൂർ ഹൃദയം കൊണ്ട് ജീവിക്കാം ഗുരുവിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയും സംവദിച്ചു. ആധ്യാത്മികത എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയതയും ഭൗതികതയും. നമ്മളതിനെ രണ്ടായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മളതിനെ രണ്ടായിട്ടല്ലേ കാണുന്നത്? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ആത്മീയമായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള കഴിച്ചു അല്ലേ? ഈ ആത്മീയതയും ഭൗതികതയും രണ്ടാണോ? രണ്ടാണോ? ആത്മീയതയും ഭൗതികതയും രണ്ടല്ല, ഇത് ഒരുമിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് രണ്ടല്ലാത്തതെന്ന് പറഞ്ഞത്, അദ്വൈതം. ആധ്യാത്മികതയില്ലാതെ ഭൗതികതയില്ല, ഭൗതികതയില്ലാതെ ആധ്യാത്മികതയില്ല. ശ്രേയസ്സും വേണം, പ്രേയസ്സും വേണം. ഹോമമന്ത്രം ചൊല്ലാൻ അറിയുന്നവരുണ്ടോ? ഗുരു എഴുതിയ ഹോമമന്ത്രം അറിയാമോ? വൈദിക കർമ്മങ്ങളെയൊക്കെയും മൂല്യനിർവീകരിച്ച് ഗുരു എഴുതിയ ഹോമമന്ത്രം. ഋഷി എന്ന തലത്തിലേക്ക് ഗുരുവിനെ ഉയർത്തപ്പെട്ട ഹോമമന്ത്രം. ഒരു മന്ത്രം ചമയ്ക്കുവാൻ ഒരു ഋഷി വേണം, ഛന്ദസ് വേണം. ഛന്ദോബദ്ധമല്ലാത്ത മന്ത്രങ്ങളുമുണ്ട്, ഇത് ഛന്ദോബദ്ധമല്ല. ഛന്ദസ് എന്ന് വെച്ചാൽ ഒരു മീറ്റർ അത് വേണം, അതിനൊരു ദേവത വേണം. ഛന്ദോബദ്ധമല്ലാത്ത ദേവതയുള്ള മഹാഗുരു നാരായണ ഗുരു എന്ന ഋഷിയെ രചിച്ച മഹാമന്ത്രമാണ് ഹോമമന്ത്രം. ആര്യസമാജത്തിലെ വൈദികരായിട്ടുള്ള ഗുരുക്കന്മാർ ശിവഗിരി മഠം സന്ദർശിക്കുകയും ഈ വൈദിക കർമ്മങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഗുരു പറഞ്ഞു, ശരി, നാളെ നമുക്ക് ശിവഗിരിയിൽ ഒരു ഹോമം നടത്താം. അങ്ങനെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഹോമം നടത്തുന്ന സമയത്ത് ഗുരു ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുത്താൽ ആ ഗുരുക്കന്മാരത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് സംഹിതകളിൽ നിന്ന് നഷ്ടപ്പെട്ട മന്ത്രം പോലെ ഉണ്ടല്ലോ. അല്ല, ഇത് നാം ഇപ്പം ചമച്ചതാണ്. ചൊല്ലാറുണ്ടോ? ഉണ്ടോ? മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുന്ന വിധമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ദിവസവും ഹോമം നടത്താറുണ്ട് എൻ്റെ വീട്ടിൽ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ ഹോമമന്ത്രം ഓം അഗ്നേ തവയത്തേജസ്തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിർ ഇതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. കേൾക്കാറുണ്ടോ? ഗണപതി ഹോമം നടത്തുമ്പോൾ ഹോമമന്ത്രം ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ.
അല്ലയോ അഗ്നി, നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. നമ്മൾ അഗ്നിഹോത്രം നടത്തുമ്പോൾ അല്ലെങ്കിൽ യാഗം നടത്തുമ്പോൾ അതിൽ ജ്വലിപ്പിക്കുന്ന അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ബൃഹത്തായത്, വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ അറിവാണ്. വേറെ ഒന്നും വളരുന്നില്ല, അല്ലേ? ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള നമ്മുടെ അറിവിൻ്റെ പരിമിതി എത്രയും വ്യാപിക്കുന്നോ അത്രയും ബൃഹത്താവും നമ്മൾ, അത്രയും വ്യാപരിക്കും നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ തന്നെയാണ് അഗ്നിയായിട്ട് കാണേണ്ടത്. അതിലേക്ക്, ആ അഗ്നിയിലേക്ക് നമ്മുടെ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമാകുന്ന സമിത്തുക്കളെയാണ് ഹോമിക്കുന്നത്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. അഹമിത്യാജ്യം ജുഹോമി, ഞാനാകുന്ന നെയ്യും ഹോമിക്കുന്നു. നെയ്യ് ആത്മാവിൻ്റെ പ്രതീകമാണ്. ശബരിമല പോകുമ്പോൾ കെട്ടുനിറയ്ക്കുന്ന കണ്ടില്ലേ? ആത്മാവിൻ്റെ പ്രതീകം. ആത്മാവാരാ? ഞാൻ തന്നെ. അഹം ബ്രഹ്മാസ്മി, അല്ലേ? അപ്പോൾ ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് നെയ്യ് തൂകുന്നത്. അപ്പം നെയ്യും സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്? ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ പിന്നെന്തുണ്ട്? അഗ്നി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അറിവല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ മുമ്പിൽ കാണുന്നതും എൻ്റെ അകത്തുള്ളതുമെല്ലാം ഒരേ അറിവാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ദൈവദശകം ചൊല്ലിയപ്പോഴാണ്. ദൈവദശകം എല്ലാവരും ചൊല്ലി പഠിക്കണം കേട്ടോ. നല്ല ട്യൂണിൽ ചൊല്ലും, തെറ്റുകൂടാതെ എല്ലാം പഠിക്കണം. സേവനം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സുഗുണൻ മുല്ലശ്ശേരി, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, സെൻട്രൽ കമ്മിറ്റി ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ബിന്ദു മധുസൂദനൻ, ബാലവേദി കോർഡിനേറ്റർ ലിംല സുരേഷ്, ബിജു മാനസം, ഹരീഷ്, ദിലീപ് കുമാർ, വേണു ദിവാകരൻ, ഡെയ്സ് ഇടുക്കിക്കുള, പ്രഭാകരൻ പന്ത്രോളി, രജീഷ് രമേഷ്, പ്രോഗ്രാം ജനറൽ കൺവീനർ രാജേന്ദ്രൻ പുന്നപ്പള്ളി, സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് MK രാജൻ എന്നിവർ ആശംസകൾ നേർന്നു. 10ലും 12ലും ഉന്നത വിജയം നേടിയ സേവനം കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് മെമ്മന്റുകൾ സമ്മാനിച്ചു. രാവിലെ തുടങ്ങിയ ഭക്തിസാന്ദ്രമായ ആഘോഷത്തിന് ഗുരുവന്ദനവും ഭജനയുമോടെ തുടക്കം കുറിച്ചത്. മാവേലിയായി വേഷമിട്ട മുഹമ്മദ് ഫാസിം ഫൈസും വാമനനായി അഭിമണികണ്ഠനും ഗുരുജയന്തി ആഘോഷത്തിന് മികവേകി. ഓണാഘോഷം സേവനം കുടുംബങ്ങളുടെ വ്യത്യസ്തമായ കലാപരിപാടികളും ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, ചെണ്ടമേളം, കൈക്കുട്ടിക്കളി, പ്രഭൻ കൃഷ്ണൻ നയിച്ച സേവനം മ്യൂസിക്കൽ ബ്രാൻഡിന്റെ ഗാനമേളയും കൂടാതെ സംഘാടക മികവിന്റെ കൈപുണ്യം സമ്പസമൃദ്ധമായ സദ്യയുമൊരുക്കി. സമാപന ചടങ്ങിൽ ട്രഷറർ ശശാങ്കൻ നന്ദി പറഞ്ഞു.